ഇനി സഹോദര, ഇത്തരം മുജാഹിദുകളുടെ ആശയങ്ങൾ ഇങ്ങനെ ആൾക്കാർ മനസ്സിലാവുന്നു തോന്നിയാൽ കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ആ ആളുടെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കൂ, ന്യായീകരിക്കുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കൂ. ശരി, ഒരു ദ്വാരക്കുന്ന സാസു പോയിക്കൂടാ, സ്വലാത്തിൽ സാസു പോയിക്കൂടാ. പള്ളിയിൽ എത്തിക്കാതിരിക്കുന്നവരെ ഖലീൽ തങ്ങൾ മൈതാനിലേക്ക് വിളിച്ചിരുന്നോ? പള്ളിയിൽ എത്തിക്കാതിരിക്കാത്തവരല്ലേ വിളിച്ചത്? ശരി, ഒരു ദ്വാരക്കുന്ന സാസു പോയിക്കൂടാ, സ്വലാത്തിൽ സാസു പോയിക്കൂടാ. പള്ളിയിൽ എത്തിക്കാതിരിക്കുന്നവരെ ഖലീൽ തങ്ങൾ മൈതാനിലേക്ക് വിളിച്ചിരുന്നോ? പള്ളിയിൽ എത്തിക്കാതിരിക്കാത്തവരല്ലേ വിളിച്ചത്? അപ്പോ പേരോട് മുസ്ലിയാർ പറയുന്നത് പള്ളിയിൽ ഏത്തിക്കാത്തിരിക്കാത്ത ആൾക്കാരെയാണ് വിളിച്ചത്. അപ്പൊ പള്ളിയിൽ ഏത്തിക്കാത്തിരിക്കാത്ത ആളുകളെയാണ് വിളിച്ചത്. ഇനി ഏത്തിക്കാത്തിരിക്കാത്ത ആളുകളെ നിങ്ങളൊന്ന് കാണുക. കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രാർത്ഥനാ സമ്മേളനമാണ് മലപ്പുറം മദീന്റെ സോലത്ത് സമ്മേളനം. എല്ലാ വർഷവും റംസാൻ 27-ാം രാവിൽ നടക്കാറുള്ള ഈ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദീനു സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27-ാം രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. മദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിമുൽ ഖുലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോ ഏത്തിക്കാത്ത ആളുകളാണ് ആരെ? ഉള്ളാൾ തങ്ങള്, ഖലീൽ തങ്ങള്, ആ സ്റ്റേജിലിരിക്കുന്ന വലിയ വലിയ തങ്ങന്മാരില്ലേ, അവർക്കൊന്നും ഏത്തിക്കാഫില്ല. ആലോചിച്ച് നോക്കൂ, അബദ്ധം നോക്കൂ. ഇത്തരം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കള്ളം പറയില്ല, അവർക്ക് ചതി എന്താണെന്നറിയില്ല. അപ്പോ ആരാ ഏത്തിക്കാഫിരിക്കാത്ത ആളുകള്? മനസ്സിലായില്ലേ? സമൂഹം കണ്ടു. അപ്പോ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ, ന്യായീകരിക്കാൻ ഒരു പഴുതുമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അത് പിന്നെ ഏത്തിക്കാഫിരിക്കാത്ത ആൾക്കാരെയല്ലേ എന്ന് പറയുമ്പോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങൾ ഏത്തിക്കാഫിരുന്നില്ലെങ്കിൽ ആരാണ് തങ്ങളുടെ കൂട്ടത്തിൽ ഏത്തിക്കാഫിരിക്കുക എന്ന് അണികൾ ചോദിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനിയും ഞാൻ ചോദിക്കട്ടെ, 2009 വരാൻ പോകുന്ന 27-ാം രാവിന് കാടാച്ചിറയിലെ പള്ളികളിലേക്ക് പോയി ദിക്റും സ്വലാത്തും ദുആയുമായി ഖുർആൻ പാരായണവുമായി കഴിഞ്ഞു കൂടണോ? അതോ സ്വഹാബത്തിന്റെ ചര്യയെ തള്ളിക്കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ തള്ളിക്കൊണ്ട് പാടത്തേക്ക് പോകണോ? സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ മതി, എന്നിട്ട് ഉത്തരം കണ്ടാൽ മതി.